എല്ലാവർക്കും നമസ്കാരം. ലിറ്റിൽ കൈറ്റ്സിലെ കുട്ടികളായ ഞങ്ങൾ ഇന്നിവിടെ പറയാനായി പോകുന്നത് ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചാണ്. ഹൃദ്രോഗങ്ങൾ, പ്രമേഹം, ശ്വാസകോശ തടസ്സങ്ങൾ, ഉയർന്ന രക്തസമ്മർദ്ദം, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ എല്ലാം വിശദീകരണങ്ങൾ കേൾക്കാം. ഹൃദ്രോഗം ഹൃദയത്തെ ബാധിക്കുന്ന വിവിധതരം രോഗങ്ങളെയാണ് ഹൃദ്രോഗം എന്ന് പൊതുവായി പറയുന്നത്. ഹൃദയധമനികളിൽ കൊഴുപ്പടിഞ്ഞുകൂടി തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന കൊറോണറി ആർട്ടറി രോഗങ്ങളാണ് ഇതിൽ പ്രധാനമായും ഉൾപ്പെടുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ നെഞ്ചിലെ അസ്വസ്ഥത അഥവാ വേദന, ശ്വാസമുട്ടൽ, ശരീരഭാഗങ്ങളിലെ വേദന, ക്ഷീണം, നീർക്കെട്ട്, ക്രമരഹിതമായ ഹൃദയമിടിപ്പ്, ഓക്കാനം, തലകറക്കം എന്നിവയാണ്. ഹൃദ്രോഗത്തിന് കാരണമാകുന്ന പ്രധാന ഘടകങ്ങൾ ഇവയാണ്: ജീവിതശൈലി, മറ്റു രോഗാവസ്ഥകൾ, മാനസിക സമ്മർദ്ദം, പാരമ്പര്യം. ഇതിന്റെ പ്രതിരോധവും ചികിത്സയും ക്രമകരമായ ഭക്ഷണ രീതി, നല്ല വ്യായാമം, നല്ല ശീലങ്ങൾ, ക്രമകരമായ പരിശോധന. രോഗനിർണയത്തിനായി ECG, എക്കോ കാർഡിയോഗ്രാം, ആൻജിയോഗ്രാം, ട്രെഡ്മിൽ ടെസ്റ്റ് എന്നിവയാണ്. ഉയർന്ന രക്തസമ്മർദ്ദം എന്നത് രക്തധമനികളുടെ ഭിത്തികളിൽ രക്തം അമിതമായ മർദ്ദം ചെലുത്തുന്ന അവസ്ഥയാണ്. ഇത് ഹൈപ്പർ ടെൻഷൻ എന്നും അറിയപ്പെടുന്നു. ആരോഗ്യവാനായ ഒരാളിലെ സാധാരണ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് 120/80 mmHg ആണ്. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ തലവേദന, പ്രത്യേകിച്ച് അതിരാവിലെ, നെഞ്ചുവേദന, കാഴ്ചമങ്ങൽ, ക്ഷീണം, മൂക്കിൽ നിന്ന് രക്തസ്രാവം, ശ്വാസതടസ്സം, നടക്കുമ്പോൾ കാലുവേദന എന്നിവയാണ്. ഇതിന്റെ കാരണങ്ങൾ അമിതമായ വണ്ണം, പുകവലി, മദ്യപാനം, അമിതമായ ഉപ്പിന്റെ ഉപയോഗം, ശാരീരിക വ്യായാമമില്ലായ്മ, മാനസിക സമ്മർദ്ദം, പാരമ്പര്യം എന്നിവയാണ്. ഇതുമൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഹൃദയാഘാതം, പക്ഷാഘാതം അഥവാ സ്ട്രോക്ക്, വൃക്കരോഗങ്ങൾ, ഹൃദയസ്തംഭനം, കാഴ്ചനഷ്ടം. നിയന്ത്രണ മാർഗങ്ങൾ: ഭക്ഷണക്രമം, ശാരീരിക പ്രവർത്തനങ്ങൾ, ഭാരം നിയന്ത്രിക്കുക, ദോഷകരമായ ശീലങ്ങൾ ഒഴിവാക്കുക, മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുക, മരുന്നുകൾ കൃത്യസമയത്ത് കഴിക്കുക. ശ്വാസകോശ രോഗങ്ങൾ ആസ്മ, COPD, നീണ്ടു നിൽക്കുന്ന ശ്വാസതടസ്സ രോഗം, ബ്രോങ്കൈറ്റിസ്, പുകവലി, വായുമലിനീകരണം മുതലായവ പ്രധാന കാരണങ്ങൾ. പ്രമേഹം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ ജീവിതശൈലി, അമിതവണ്ണം, പാരമ്പര്യം തുടങ്ങിയവയാണ്. ഹൃദയം, കണ്ണ്, വൃക്ക, നാഡികൾ എന്നിവയെ പ്രധാനമായി ബാധിക്കുന്നു. ശരീരത്തിലെ കോശങ്ങൾ അനിയന്ത്രിതമായി വളരുകയും പെരുകുകയും ചെയ്യുന്ന ഒരു രോഗാവസ്ഥയാണ്. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളെ തകരാറിലാക്കുന്ന ഒരു അവസ്ഥയാണ്. പലപ്പോഴും ആളുകൾ കരുതുന്നത് ക്യാൻസർ എന്നാൽ മരണകാരണം എന്നാണ്. എന്നാൽ ഇന്നത്തെ വൈദ്യശാസ്ത്രത്തിൽ കൃത്യമായ സമയത്ത് കണ്ടെത്തിയാൽ ചികിത്സിക്കാൻ കഴിയുന്നതാണ് ഭൂരിഭാഗം ക്യാൻസറുകളും. ഇത്തരം രോഗങ്ങൾ നമ്മെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ കൂടുതൽ ശ്രദ്ധിക്കാം, മുന്നോട്ട് പോയിക്കാം. നല്ലൊരു നാളേക്കായി നമുക്ക് പൊരുതാം. നന്ദി.